ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും ചിങ്ങം ഒന്ന്, ഹാപ്പി ചിങ്ങം ഒന്ന് കേട്ടോ. ഹാപ്പി പുതുവത്സര. മലയാളത്തില് പുതിയ മത്സരമല്ല, മലയാളത്തിൽ പുതിയ മത്സരം തുടങ്ങി, പുതിയ വർഷം തുടങ്ങി. പുതുവത്സരം എന്ന് വെച്ചാല് പുതിയ വർഷം ആശംസിക്കുന്ന കൂട്ടുകാരെ. അപ്പൊ ഇന്ന് അത് മാത്രമല്ല നമ്മുടെ പ്രത്യേകത. ഇന്ന് ഞങ്ങൾക്ക് രണ്ട് കാര്യം കൂടി ഉണ്ട് എക്സ്ട്രാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനല്, നമ്മുടെ ഹാക്ക് ചെയ്തു പോയ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. വീഡിയോസ് എല്ലാം തിരിച്ചു കിട്ടി. ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞങ്ങൾ അതിന്റെ ടെൻഷൻ കാരണമാണ് രണ്ട് ചാനലിലും വീഡിയോ ഒന്നും വരാത്തത്. അപ്പൊ ഇന്നലെ വൈകിട്ടാണ് നമുക്ക്, ഇന്നലെ രാത്രി ഏകദേശം ആ ടൈമൊക്കെ ആയപ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോസ് നമുക്ക് തിരിച്ചു കിട്ടിയത് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ടായത്. നിങ്ങൾ ഒരുപാട് പേർ പ്രാർത്ഥിച്ച് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനി നമ്മുടെ ചാനൽ ഒന്ന് ഹാക്ക് ചെയ്ത് പോവാണ്ടിരിക്കട്ടെ എന്തൊക്കെയായാലും. അതുപോലെ തന്നെ കൂട്ടുകാരെ, രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ ഞങ്ങൾ രണ്ടുപേരുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ ഇന്ന്. അതായത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതായത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് 4 കൊല്ലമായി കേട്ടോ. ഒരു ചിങ്ങം ഒന്നിനായിരുന്നു, 4 കൊല്ലം മുന്നത്തെ ചിങ്ങം ഒന്നിനായിരുന്നു, 2020 ചിങ്ങം ഒന്നിനായിരുന്നു ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തത്. അപ്പോ അങ്ങനെ എനിക്ക് 20 വയസ്സും കൈ കണ്ടോ, എന്റെ കൈ കണ്ടോ? ഇതിനിടെ നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ടില്ലായിരുന്നല്ലോ നമ്മുടെ ഭിത്തിയില്, നമ്മുടെ സ്റ്റുഡിയോന്റെ. അതായത് നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം, നമ്മുടെ തൊഴുത്ത് നമ്മുടെ വർക്ക് സ്റ്റുഡിയോ ആക്കി മാറ്റുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ചാനൽ ഹാക്കായി പോയത്. അപ്പം കള്ളം കെട്ടോണ്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറ്റിയതാണ് കേട്ടോ, സിമെന്റിനകത്ത് കളിച്ചതാണ് കണ്ടോ. സിമെന്റിനകത്ത് കളിച്ചതല്ല, വർക്ക് ചെയ്തപ്പോൾ പറ്റിയതാണ് കേട്ടോ. കൈയൊക്കെ പൊള്ളിയിരിക്കുന്നതാണ്ടോ, ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റൊക്കെ അതിൻ്റെ പണിയായിരുന്നു. ഇന്നും കണ്ടിന്യൂ ചെയ്യുവാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റുഡിയോന്റെ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്നാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് നമുക്ക്. കാരണം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് സംഭവം ഗിഫ്റ്റ് ഒന്നും മേടിച്ചു തന്നില്ല കേട്ടോ. ഞാൻ പറയുന്നില്ല, ഇവനോട് ഞാൻ പൈസ കൊടുത്തിട്ട് എനിക്ക് കിറ്റ്കാറ്റ് മേടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അത് മറന്നുപോയി. ഞാൻ പൈസ കൊടുത്തിട്ട് ഓർമ്മിപ്പിച്ച്. എന്റെ കുഞ്ഞ്, നിങ്ങൾ സങ്കടപ്പെടാതെ. നിങ്ങൾ പറ കൂട്ടുകാരെ, 4 വർഷമായിട്ട് ഇവന് ഓർമ്മ പോലും ഇല്ല നമ്മൾ എന്താ കല്യാണം കഴിച്ചത്. ഇപ്പഴല്ല ഓർത്തത് 2020 4 കൊല്ലായി ഞാൻ പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ, കൈന്റെ ചാനലിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാ. സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മള് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ സംഭവം എനിക്ക് ഇന്ന് മേടിച്ച് തരുമായിരിക്കും കിറ്റ്കാറ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും കിറ്റ്കാറ്റ് വാങ്ങി തരുന്നതിന് മുന്നേ ഇന്ന് നമ്മുടെ പണിയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ ഹാക്കായി പോകുന്നതിന് മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കളിമൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അത് കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന ആൾക്ക്, കമന്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ വക സമ്മാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഞായറാഴ്ചയിൽ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നറുക്കിട്ടിട്ട് മറ്റേ എന്തായിരുന്നു, നല്ല കമന്റ് ഇടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ്. എല്ലാ വീക്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്കുള്ള പിക്കിൾസ് അയച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ സോ ഹാപ്പി ആണെന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാര്, എല്ലാ ആൾക്കാരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എന്തായാലും നമ്മുടെ കമന്റിൽ വരുന്നത് തന്നെയാണ് നോക്കുന്നത്, അല്ലാണ്ട് ലൈവിൽ വരുമ്പോൾ ഇടുന്ന കമന്റ് അല്ല കേട്ടോ നോക്കുന്നത്. നമ്മൾ കമന്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നോക്കിയിട്ട് ആൾക്കാർക്ക് നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ വീക്കിലും നമ്മൾ ഒരാൾ ചൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കേണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിനൊന്നും. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ സ്റ്റുഡിയോനെ പണിയാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ച് എടുത്തു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കൈ എടുത്തോണ്ട് ഓടിയിട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന ആൾക്ക് നമ്മുടെ വക വേറെ സമ്മാനം ഉണ്ടാകും കൂട്ടുകാരെ. കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾക്ക്. അത് പൊന്നൂനും അറിയത്തില്ല കേട്ടോ ഇന്നത്തെ എന്താ പരിപാടി. ഇന്ന് ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ, അത് ഇവരോട് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ. ആ സംഭവം ഇന്നാള് അവർക്ക് മനസ്സിലായി, അത് കണ്ടപ്പോൾ മനസ്സിലായി. എന്താ സംഭവിച്ചാൽ, കുഞ്ഞിപ്പണ്ട് കണ്ടോ, സ്കൈങ് വാ കുഞ്ഞിപ്പന്റെ കയ്യിൽ കണ്ടോ ചിരട്ട. ആ ചിരട്ടയും കൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. നിനക്കറിയാലോ. പറഞ്ഞില്ലായിരുന്നോ? അതല്ല ഇത് കണ്ടോ ചിരട്ട. അപ്പൊ ഈ ചിരട്ടയും കൊണ്ട് കൂട്ടുകാരെ കണ്ടോ, ഈ റബ്ബർ ചിരട്ടയാണ്. റബ്ബർ ചിരട്ടയും കൊണ്ട്
ഞാൻ ഇന്ന് കുറച്ച് പരിപാടികൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളിന്ന് കുറച്ച് പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോവാ. അതിന് പൊന്നിന് ഇപ്പോൾ എഴുതിട്ട് അറിയത്തില്ല ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ ഓടുകാരെ അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാം, ചെടി ഉണ്ടാക്കാനൊന്നും അതൊന്നുമല്ല. നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ ആൾക്ക് നമ്മളൊരു സമ്മാനം ഉണ്ടാവും എന്തൊക്കെയായാലും. അതുപോലെ തന്നെ നീ പറഞ്ഞ സമ്മാനം ഒന്നുമില്ല. പിന്നെ നമ്മുടെ അപ്പം കഴിഞ്ഞ വീഡിയോത്തെ നമ്മുടെ ഈ കളിമണ്ണും കൊണ്ട് നമ്മൾ ഭിത്തിക്കകത്ത് എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനായിരുന്നു ആ കളിമണ്ണ് എടുത്തിരുന്നൊക്കെ ചോദിച്ചപ്പോൾ. അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം നമ്മൾ കളിമണ്ണ് എടുത്തിട്ട് എങ്ങോട്ടാ പോണേ ഇവിടെ നിൽക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കളിമണ്ണ് എടുത്തിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തതെന്ന് നിങ്ങൾ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളെന്താക്കി ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പറയണമെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് കമന്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറയൂ കേട്ടോ. അതിന് മുന്നേ നമ്മൾ എന്താണ് കളിമണ്ണ് വെച്ചിട്ട് ചെയ്തതെന്ന് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് കാണിച്ചു. നമ്മൾ ഈ സ്റ്റുഡിയോന്റെ പുറം വശല്ലേ ഇത്, ഇവിടെ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ വീഡിയോ തൊട്ട് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാ. ഇത് ആദ്യം നമ്മുടെ വീട്ടിലെ പശുത്തൊഴുത്തായിരുന്നു. പശുവൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ പശുവും ആടൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു നമ്മൾ ഇത് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ ചെയ്ത് നമ്മൾ സ്വന്തം ചെയ്തേ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അവര് പറയുന്നത് ഈ വശമില്ലേ, ഈ വശം തേക്കാനാണ് നമ്മൾ കളിമണ്ണ് എടുത്തതെന്നാണ് പറയുന്നത്. ഈ വശം ഇങ്ങനെ തന്നെ ഉണ്ട്. അത് റോങ് ഉത്തരാണ് കൂട്ടുകാരെ, അത് സോറി. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ സൈഡ്, അതായത് വാതിലിന്റെ ഈ സൈഡ് ഇവർ തേക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുമല്ല, അതും റോങ് ഉത്തരാണ് കൂട്ടുകാരെ. നമ്മളെ ഈ ഭിത്തി തേക്കാനായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതുമല്ല, നമ്മൾ സ്വന്തം കെട്ടിയത് കണ്ടോ, അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉറച്ചിട്ടൊക്കെ ഉണ്ട്, നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നിലം തേക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവും അല്ല, പക്ഷെ നിലത്താണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എവിടെയായിരിക്കും? എന്തോ ഇങ്ങ് വാ. എന്താ പരിപാടി? സ്കൈ വന്നേ. അടുത്തത് പറഞ്ഞത് ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയും അല്ല കൂട്ടുകാരൻ. നമ്മൾ എവിടെയാ കളിമണ്ണ് കൂടെ തേച്ച് വെച്ചേക്കുന്നത്? നമ്മുടെ കളിമണ്ണ് നമ്മൾ തേച്ചടം തന്നെയാണ് തേച്ചിരിക്കുന്നത്. തേച്ചടം തന്നെ എന്ന് വെച്ചാല് നമ്മൾ താണ്ടെ ഇത്രയും ഭാഗം താഴേക്ക് തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പോ ഫുൾ ഭിത്തിയായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. അതായത് ഈ ഭിത്തി ഫുള്ള് നമ്മൾ കളിമണ്ണ് കൂടി തേച്ചു. ഈ സൈഡും ഫുള്ള് ഈ സൈഡ് ലെവൽ പോലെ ആയിരുന്നു ആദ്യം. ഇത്രയും ലെവലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത് ഫുള്ളായിട്ടാണ് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് നമ്മൾ കളിമണ്ണ് കൂടെ തേച്ച് നല്ല കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ടില്ല. എങ്ങനെയുണ്ട്? ഇത് തേച്ചപ്പോഴാണ് എന്റെ കൈയൊക്കെ പൊള്ളി കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ. അതായത് ഇന്നലെ രാത്രിയാണ് ഇത് ചെയ്തത് കേട്ടോ. അതിന്റെ കൂടെ കുറച്ച് സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് തേച്ച് വെച്ചത്. അപ്പൊ അതിന്റെ സിമെന്റ് ആണ് എന്റെ കയ്യിൽ പണി കിട്ടിയത് കണ്ടോ. പിന്നെ അതുമല്ല, സിസ്റ്റം ലാപ്പൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പൊടി ഒന്നും ചാടാണ്ടിരിക്കാനൊക്കെ ബെറ്റർ കുറച്ച് ഉറച്ചിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തത്. അപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മുടെ പുതിയ സെറ്റപ്പ്? അപ്പോൾ കൂട്ടുകാരെ പൊന്നു വണങ്ങിയിരിക്കുകയാണ്. ഞാൻ ടൗണിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാണ്ടായിരുന്നു, കുറച്ച് മണലൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഞാനിപ്പോൾ മണലൊക്കെ വാങ്ങിയിട്ട് ഞാനിപ്പോൾ വന്നുള്ളൂ. പൊന്നിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടേ ഒരു കുഞ്ഞ് കിറ്റായിട്ടുണ്ട് കേട്ടോ. പിണക്കം മാറില്ല, നമുക്ക് നോക്കാം. പക്ഷെ ഇങ്ങോട്ട് തന്നെ പിണങ്ങിയിരുന്നാൽ ശരിയാവില്ലല്ലോ. കുഞ്ഞാ പിണക്കം മാറി പറ. പണി നൈസിന് പാളിയിരിക്കുകയാണ്. സ്കൈവേക്ക് കുഞ്ഞിപ്പെണ്ണ് പൊന്നൂന് കൊടുത്ത കിറ്റാറ്റ് മൊത്തം എടുത്ത് വായിലാക്കിട്ടോ. തന്നെ പിടിച്ച് തന്നെ തിന്നു. നിനക്ക് വേണമെങ്കിൽ തിന്നണ്ടെന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ കുഞ്ഞു മോച്ചൻ ചിഞ്ഞു കിറ്റുവാ വായിച്ചേ. എടാ വായ മൊത്തം കിറ്റാട്ടോ. അതുണ്ടല്ലോ, ഞാനങ്ങനെ ചോദിച്ചാലോന്ന് ചോദിച്ചിട്ട് 2 കഷ്ണം കൂടി ഒറ്റയ്ക്ക് വായിൽ കുത്തിക്കിട്ടിട്ടുണ്ട്. അല്ലല്ല, കഴിഞ്ഞു. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞത് നമ്മള് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നെ, എടാ എന്റെ കൈ കാണിക്ക്. അമ്മ എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബാൻഡേജ് ഒട്ടിച്ചോളാം. കൈയിട്ട് ഞാൻ ഒട്ടിച്ചേരാം. തപ്പിയേരെ കിട്ടി. കൈ കഴുകി. ഇതില് പൊടിയുണ്ട്. പൊടിയാകരുത്. കഴുകാൻ പറ്റില്ല. എടാ പൊടി വെച്ചിട്ട് ഇതാക്കാൻ പാടില്ലടാ. പൊടി പോയി. എന്തെന്ന് ഒട്ടിച്ചാ മതി. കൈ സിമന്റ് കൈ നല്ല പൊള്ളി. ഇതിലങ്ങനെ കാണുന്നില്ല കേട്ടോ.
എന്നിട്ട് പിന്നെയും അതുകൊണ്ട് തന്നെ തൂമ്പ് പിടിക്കുന്നത് ഞാൻ കളക്കാം. കാരണം നമുക്കപ്പോൾ മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. അത് പറഞ്ഞില്ലല്ലോ, എന്തിനുള്ള സാധനം പറഞ്ഞിട്ടില്ലല്ലോ. അത് നാളെ കണ്ടാൽ മതി കേട്ടോ. രാത്രിയാണ് പണി നടക്കുന്നത്. ഇപ്പൊ കുഞ്ഞിപ്പെണ്ണൊന്ന് ഉറക്കിയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അതാട്ടെ ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ചെയ്ത് പണിയിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫുൾ കൈ ബനിയനൊക്കെ ഇട്ടിട്ട് ഡിസ്റ്റർബ് ആവില്ലേ. ഞാൻ ഫുൾ കൈ ആണല്ലോ ഇട്ടേക്കുന്നത്. നീ പിന്നെ ശീലല്ലേ, ശീലിച്ചിട്ടില്ല. അപ്പം പ്ലാസ്റ്റർ ഒക്കെ പിടിച്ചിട്ട് കൈ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിന്റെ പേരുന്ന ബാൻഡേജ് അടിച്ചിട്ട് കൈ ശരിയായിട്ടുണ്ട്. പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ കൈ പൊട്ടുമ്പോ പൊട്ടിക്കില്ലേ അതിന്. അപ്പൊ ഒരു ക്ലൂ തരാം കൂട്ടുകാരെ. എന്താ, ഇതും ഈ സിമെന്റും നമ്മുടെ ഈ ചിരട്ടയും വെച്ചിട്ടാണ് നമുക്ക് ഇനി കുറച്ച് പരിപാടി ചെയ്യാനുള്ളത്. അതെന്തായിരിക്കും അതെന്തായിരിക്കും കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ടാവും. പിന്നെ എനിക്കറിയണം, ഞാൻ നൈസായിട്ട് കമന്റ് ഇടാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കളിമണ്ണും കൊണ്ട് തേച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത ആൾക്കാർക്ക് അതിലൊരാളെ നമ്മൾ ചൂസ് ചെയ്യും കേട്ടോ. അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അറിയിക്കാം കേട്ടോ ആരാണ് വിന്നർ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അതിന്റെ ഒരു ദിവസം ഒന്നിച്ച് പറയാം, ഒന്നിച്ച് ലൈവ് ഇടാം. ഇതിന്റെ സിമെന്റിന്റെ ഇതിപ്പോ മൊത്തം സർപ്രൈസും ഗിഫ്റ്റ് മാത്രം ആവൂലോ. ഫുൾ ഗിഫ്റ്റ് അല്ലേ, അടിപൊളിയായിട്ടിരിക്കെ. കുറെ പേർക്ക് നമ്മുടെ എന്താ അച്ചാർ കിട്ടുന്നില്ല, എന്താ മേടിക്കാൻ പറ്റാത്ത സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവമേ അവർക്കൊക്കെ കിട്ടട്ടെ അല്ലേ. ഇതിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ കമന്റ് ഇടൂ. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കമന്റ് ഇടുക. അപ്പൊ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സർപ്രൈസ് കിട്ടും കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ എണീക്ക് മുന്നേ നമ്മൾ പണി നടക്കട്ടെ കേട്ടോ. എന്റെ ദൈവമേ, സമാധാനം. അതേപോലെ കൂട്ടുകാരെ, ഞാനിവിടെ ഇങ്ങനെ പൊട്ടനെ പോലെ നിൽക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, സംഭവം പറഞ്ഞു തരണ്ടേ. ഞാനെങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോകുന്നുള്ള പേടിയാന്ന് തോന്നുന്നു. നീ എന്നോട് പറയാത്തേ? ട്രൈ ചെയ്യാനാണ് ഇത്ര സിമെന്റ് നീ മണലും കൂടെ മിക്സ് ചെയ്യുന്നേ. എന്ത് വെക്കണം? എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റുഡിയോന്റെ വർക്കുകൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മള് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മള് ചാനൽ ഹാക്ക് ചെയ്തല്ലോ, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 4 കോട്ട് അടിച്ചിട്ടുണ്ട് ഇതിന് മേലെ. 4 കോട്ടൊന്നല്ല, 4 കോട്ട, ലാസ്റ്റത്തെ 5 കോട്ട, ലാസ്റ്റത്തെ അടക്കം 5 കോട്ടാണ് കേട്ടോ ഇത് ഫുള്ള് നമ്മുടെ കളിമണ്ണ് കൊണ്ട് വെച്ച് വെച്ചേക്കുന്നേ. പൊന്നെ കണ്ട, ഇവിടെ ഒരു ആണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറിച്ചളഞ്ഞിട്ട് സാമ്പവനോട് പറഞ്ഞു. എന്നിട്ട് സാമ്പ പറിച്ചളഞ്ഞിട്ട് ഇവിടുത്തെ ഇഷ്ടിക അടക്കം പൊട്ടിപ്പോയി. ഇങ്ങനത്തെ വിക്രസാ കണ്ട. ഇത് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ ഭിത്തി മൊത്തം ഉണങ്ങി കേട്ടോ. നല്ല കളറാവും കേട്ടോ. ശരിക്കും കളിമണ്ണിന്റെ കണ്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇവിടെയൊക്കെ നമ്മൾ അടയ്ക്കും, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാം. നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോ. അപ്പൊ അത്ര കൂടെ വീഡിയോ. മറ്റു വീഡിയോ ആയിട്ട് നാളെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പൊ അത്ര വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം.